ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇളനീർ പുഡിങ്ങാണ്. അടിപൊളി ടേസ്റ്റിയാണ് ഇതിന് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിക്ക് മെയിനായിട്ട് വേണ്ടത് ഇളനീരിൻ്റെ കാമ്പാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ഇളനീരിൻ്റെ കാമ്പാണ്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഞാൻ നമ്മുടെ ഇളനീരിൻ്റെ കാമ്പ് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി, ഒരുപാട് പേസ്റ്റായി പോകരുത്. ഇപ്പോൾ ഇതാ നല്ലോണം അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമ്മളെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചൈന ഗ്രാസ് അഥവാ അഗർ അഗർ എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 10 ഗ്രാമാണ്. ഇനി ഇതിനൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞാൽ മതി. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അലിയിച്ചെടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ഉണ്ടാക്കി തുടങ്ങാം നമുക്ക്. അതിന് വേണ്ടി ഞാൻ സ്റ്റൗവിലോട്ടൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചാൽ നമ്മളെ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചൈന ഗ്രാസ് അലിഞ്ഞ് കിട്ടാൻ കുറച്ച് സമയം എടുക്കേണ്ടി വരും. ഇപ്പോൾ ഇതാ നമ്മുടെ ചൈന ഗ്രാസ് അതിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഈ ഗ്ലാസ് അളവാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെ മധുരം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച നേരത്തെ ഇളനീരിൻ്റെ കാമ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കുക. ഇപ്പോൾ ഇതാ ഒക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ ഇളനീര് ഒഴിച്ചു കൊടുക്കാം. ഇളനീര് ഒഴിച്ചതിന് ശേഷം ഒരുപാട് ചൂടാക്കൊന്നും ചെയ്യരുത്, പെട്ടെന്ന് ഓഫ് ചെയ്യുക. എന്നാലേ നമ്മൾ ആ ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് സെറ്റാക്കാൻ വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പുഡിങ്ങൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാക്കി കൊടുക്കുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.